നമസ്കാരം. നിങ്ങളുടെ ജീവിതം മുമ്പ് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയോ? രോഗങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, കുടുംബത്തിൽ എപ്പോഴും വഴക്കുകൾ, ഇങ്ങനെ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന രീതിയിൽ പ്രതിസന്ധികൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ടോ? പലരും ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കാരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഐശ്വര്യം ആരെങ്കിലും കെട്ടിയിട്ടതാണോ എന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ്. ആരുടെയും സഹായമില്ലാതെ വെറും ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ ദോഷങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ ഊർജത്താൽ നിറഞ്ഞതാണ്. ഈ ഊർജം രണ്ട് തരത്തിലുണ്ട്: ദൈവികമായ പോസിറ്റീവ് ഊർജവും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നെഗറ്റീവ് ഊർജവും. ഒരു വിളക്ക് കത്തുമ്പോൾ അതിനു ചുറ്റും പ്രകാശം പരക്കുന്നത് പോലെ ഭക്തിയോടെ ജീവിക്കുന്ന നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചമുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ചിലരുടെ കണ്ണേറ്, അസൂയ അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ എന്നിവയിലൂടെ ഈ സുരക്ഷാ കവചത്തിന് ആഘാതമേൽക്കാം. ഇതൊരു ഇരുട്ട് പോലെയാണ്. വെളിച്ചം കുറയുമ്പോൾ ഇരുട്ട് പടരുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ആത്മബലം കുറയുമ്പോഴോ അല്ലെങ്കിൽ ഗ്രഹനിലകളിൽ മാറ്റം വരുമ്പോഴോ ഇത്തരം ചെയ്ത ദോഷങ്ങൾ നമ്മെ ബാധിക്കാം. പലരും ചോദിക്കാറുണ്ട്, ഈശ്വര വിശ്വാസിയായ എനിക്കിത് സംഭവിക്കുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, പണ്ട് കാലം മുതലേ ഋഷിമാരും ആചാര്യന്മാരും ഇത്തരം ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ ഇതിനെ പ്രതിരോധിക്കാനാണ് അവർ പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ലളിതമായ കർമ്മം ഒരു വിശ്വാസമാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തെയും നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുന്ന ഉപ്പിനെയും സാക്ഷിയാക്കി നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ. ഇതാരെയും ദ്രോഹിക്കാനല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തെയും ആയുരാരോഗ്യ സൗഖ്യത്തെയും സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയാണ്. പൂർണ്ണമായ ഭക്തിയോടെയും ഏകാഗ്രതയോടെയും ഇത് ചെയ്യുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം നിശ്ചയമായും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈ കർമ്മം കേവലം ഒരു പരീക്ഷണമല്ല, ഇതൊരു വിശ്വാസമാണ്. ഇത് ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങൾ ഞായർ, തിങ്കൾ അല്ലെങ്കിൽ വെള്ളി. ഇവയെല്ലാം തന്നെ പ്രത്യേക ഊർജമുള്ള ദിനങ്ങളാണ്. വൈകുന്നേരം സന്ധ്യാസമയത്ത് വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച ശേഷം ആ പ്രകാശത്തിന് മുന്നിലിരുന്ന് വേണം ഇത് ചെയ്യാൻ. ആദ്യം ഒരു ഗ്ലാസ് തെളിഞ്ഞ വെള്ളം എടുക്കുക. ഈ വെള്ളം ഗംഗാജലത്തെ പോലെ പരിശുദ്ധമാണെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുക. ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ എല്ലാ നെഗറ്റീവ് അംശങ്ങളെയും ആവാഹിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാണ്. ഇനി കണ്ണടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ ധ്യാനിച്ച് ഈ മന്ത്രം 3 തവണ ചൊല്ലുക. ഓം ശ്രീ മഹാകാളികായേ നമഃ. മഹാകാളി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നവളാണ്. ആ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ശരീരത്തിലോ വീട്ടിലോ ഉള്ള സകല ദോഷങ്ങളും ഈ ഉപ്പിലേക്ക് ആവാഹിക്കപ്പെടട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങളുടെ തല മുതൽ പാദം വരെ 3 തവണ ഒഴിയുക. വീടിനാണെങ്കിൽ ഉമ്മറത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഒഴിയാവുന്നതാണ്. ഒടുവിൽ ആ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് അർപ്പിക്കുക. ഇനി നമ്മൾ കാത്തിരിപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ഉപ്പിട്ട ഗ്ലാസ് നിങ്ങളുടെ വീടിന്റെ വടക്കു കിഴക്കേ മൂലയിൽ, അതായത് ഈശാനുകോണിൽ അതീവ ഭദ്രമായി വെക്കണം. എന്തുകൊണ്ടാണ് ഈശാനുകോൺ? വാസ്തുപുരുഷന്റെ ശിരസും ദൈവ സാന്നിധ്യവും ഏറ്റവും അധികമുള്ള ഇടമാണിത്. അവിടെ ഈ വെള്ളം ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെയും ശരീരത്തിലെയും നെഗറ്റീവ് ഊർജങ്ങളെ അത് പതിയെ വലിച്ചെടുക്കുവാൻ തുടങ്ങും. കൃത്യം 48 മണിക്കൂർ, അതായത് 2 രാപ്പകലുകൾ ആ ഗ്ലാസ് അവിടെ തന്നെ ഇരിക്കണം. ആരും അത് തൊടാനോ മാറ്റാനോ പാടില്ല. ഒരു നിശബ്ദ സാക്ഷിയെ പോലെ ആ ജലം അവിടെ ഇരുന്ന് സകല ദോഷങ്ങളെയും ആവാഹിക്കും. 2 ദിവസത്തിനു ശേഷം നിങ്ങൾ ആ ഗ്ലാസ് കയ്യിലെടുക്കുക. സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിലോ ആ വെള്ളത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇവിടെയാണ് പ്രകൃതി നമുക്ക് നൽകുന്ന സൂചനകൾ ഒളിഞ്ഞിരിക്കുന്നത്. അതായത് തെളിഞ്ഞ വെള്ളമാകുന്നത്. അതായത് നിങ്ങൾ നോക്കുമ്പോൾ വെള്ളം സാധാരണ പോലെയാണോ ഇരിക്കുന്നത്? എങ്കിൽ സമാധാനമായിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ആശങ്കകൾ മാത്രമായിരുന്നു അത്. ഈശ്വരൻ നിങ്ങളെ കാത്തു രക്ഷിക്കുന്നുണ്ട്. അഥവാ ഇനി നിറം മാറിയ ജലമാണെങ്കിൽ, അതായത് ഒരു ഇളം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ അല്പം കലങ്ങിയ രീതിയിലേക്കോ മാറിയിട്ടുണ്ടോ എങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങൾ പോലും അറിയാതെ ആരോ ചെയ്ത കൂടോത്രത്തിൻ്റെയോ അല്ലെങ്കിൽ അതിശക്തമായ കണ്ണേറിൻ്റെയോ ഫലമായി നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണിത്. ചിലപ്പോൾ ആ വെള്ളത്തിന് മുകളിൽ ഒരു നേരിയ പാട പോലെയും കാണപ്പെട്ടേക്കാം. ഇതെല്ലാം ദോഷങ്ങളുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ വെറും ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ഇത്തരം ഊർജങ്ങളുടെ ഫലമാണെന്ന് ഈ ജലം നമുക്ക് കാട്ടിത്തരുന്നു.
ഇത് തിരിച്ചറിഞ്ഞാൽ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ഈശ്വരനിൽ അഭയം പ്രാപിച്ച് അതിനെ നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ നിറം മാറിയത് കണ്ട് ആരും ഭയപ്പെടരുത്. ഇരുട്ടെങ്കിൽ അവിടെ വെളിച്ചവുമുണ്ട്. ആ വെളിച്ചമാണ് പ്രകൃതി നമുക്ക് നൽകുന്ന ഈ ലളിതമായ പരിഹാര മാർഗം. ദോഷം എത്ര വലുതായാലും ഭഗവതിയുടെ അനുഗ്രഹത്താൽ അത് മഞ്ഞുപോലെ ഉരുകിത്തീരും. നിറം മാറിയതായി കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നല്ല പുഷ്ടിയുള്ള ഒരു ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങയെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും ദുർഗാദേവിയുടെയും ചൈതന്യമായാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ നാരങ്ങയെ 4ആയി കീറുക. പൂർണ്ണമായി മുറിച്ചു മാറ്റാതെ അടിഭാഗം ഒട്ടിയിരിക്കുകയും വേണം. ഇനി ആ നാരങ്ങയുടെ 4 ഭാഗങ്ങളിലും അല്പം ശുദ്ധമായ കുങ്കുമം പുരട്ടുക. കുങ്കുമം ശക്തിയുടെ പ്രതീകമാണ്. അതിനുശേഷം ഈ നാരങ്ങ കയ്യിലെടുത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് വീണ്ടും ആ മന്ത്രം ചൊല്ലുക: ഓം ശ്രീ മഹാകാളികായേ നമഃ. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഏറ്റ സകല ദൃഷ്ടിദോഷങ്ങളും കൂടോത്രങ്ങളും ശത്രുദോഷങ്ങളും ഈ നാരങ്ങയിലേക്ക് ആവാഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങളുടെ തലയ്ക്ക് 3 തവണ ഒഴിയുക. ഇനി വീടിനാണ് ദോഷമെങ്കിൽ വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒഴിഞ്ഞ് ദോഷങ്ങളെ പുറന്തള്ളുക. ഇപ്രകാരം ഒഴിഞ്ഞ നാരങ്ങ നിങ്ങളുടെ വീടിൻ്റെ പടിവാതിലിന് പുറത്തിറങ്ങി 4 ദിക്കുകളിലേക്കും, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നീ ദിശകളിലേക്ക് വലിച്ചെറിയുക. ഇതോടെ ആ ജലത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോയിരിക്കുന്നു. ആ ഗ്ലാസ്സിലെ വെള്ളം ഒരൊഴുക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത മണ്ണിലോ ഒഴിച്ച് കളയാവുന്നതാണ്. വിശ്വാസത്തോടും ഭക്തിയോടെയും ഈ കർമ്മം പൂർത്തിയാക്കുമ്പോൾ അടഞ്ഞുപോയ ഭാഗ്യവാതിലുകൾ വീണ്ടും തുറക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങിയെത്തും. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം: ജീവിതത്തിലെ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്, എന്നാൽ അവ നമ്മുടെ തളർച്ചയാകരുത്. ഭക്തിയും വിശ്വാസവും കൈമുതലാക്കി നാം ചെയ്യുന്ന ഇത്തരം ചെറിയ കർമ്മങ്ങൾ നമ്മുടെ ആത്മബലം വർദ്ധിപ്പിക്കാനും പോസിറ്റീവ് ഊർജം വീണ്ടെടുക്കാനും സഹായിക്കും. ഓർക്കുക, പ്രപഞ്ചനാഥനായ ജഗദീശ്വരനിൽ പരിപൂർണനായി വിശ്വസിക്കുന്നവനെ ഒരു ദുഷ്ടശക്തിക്കും തളർത്താനാവില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധിയോടും ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം വന്നു ചേരാൻ ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള ആത്മീയവും ഉപകാരപ്രദവുമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും സർവേശ്വരന്റെ അനുഗ്രഹവും ദോഷമുക്തിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.